എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിൻഡു ഫ്രം അപ്രൈറ്റ് മൈഗ്രേഷൻസ് അഡലേഡ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 491 വിസയെ പറ്റിയാണ്. 491 വിസയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, പോയിന്റ് സിസ്റ്റം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ വീഡിയോയ്ക്കകത്തൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നതാണ്. അപ്പം ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ PR ഇൻവിറ്റേഷൻ, PR എന്ന് പറഞ്ഞാൽ 491 എന്ന് പറയുന്നത് ഒരു PR കാറ്റഗറി വരുന്ന വിസയാണ്. ഇത് ഈ വർഷം ഇൻവിറ്റേഷൻ വന്നതിൽ ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയുടെ വെളിയിൽ നിന്നുള്ള ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്നത് ഈ 491 വിസയുടെ ഇൻവിറ്റേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. മിനിമം പോയിന്റ് എന്ന് പറയുന്നത് 65 അതിൽ 65 പോയിന്റ് ഉള്ളവർക്ക് ചിലപ്പോൾ കിട്ടാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷേ നമ്മുടെ പോയിന്റ് കൂടുതലനുസരിച്ച് നമ്മുടെ ഏജും എക്സ്പീരിയൻസും ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസും എല്ലാം കൂടുന്നതനുസരിച്ച് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഔട്ട്സൈഡ് ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർക്ക് ഫിറ്റ് ആകുന്ന ഒരു വിസയാണ്. പെർമനന്റ് ആയിട്ട് ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു വിസയാണ് ഇത്. പെർമനന്റ് ഉദ്ദേശിച്ചത് ഇത് 5 വർഷത്തേക്കുള്ള വിസയാണ്. പക്ഷെ 3 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം 491 വിസയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ ചാനലിൽ ഒന്ന് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ വർഷം നമുക്ക് വന്നിരിക്കുന്ന ഇൻവിറ്റേഷൻ ഏറ്റവും കൂടുതൽ 491 വിസയിലാണ്. ഞങ്ങൾ ചെയ്ത ആപ്ലിക്കേഷൻസിൽ കൂടുതൽ ആൾക്കാർക്കും നേഴ്സസ്, ഫാർമസിസ്റ്റ്, IT പ്രൊഫഷണൽസ് ഇവർക്കെല്ലാവർക്കും തന്നെ ഓസ്ട്രേലിയയുടെ വെളിയിലുള്ളവർക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത് 491 വിസയിലാണ്. കാരണം റീജിയണൽ ഏരിയയെ പോപ്പുലേഷൻ കൂടാൻ വേണ്ടി, അവിടെ പ്രൊഫഷണൽസിന് കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടി, അവിടെ വരാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് അല്ലെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വിസയിലൂടെ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരിക. അപ്പം ആ ഒരു ഏരിയയിൽ നമ്മൾ നിൽക്കും. അതായത് റീജിയണൽ ഏരിയ എന്ന് പറയുന്നത് സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ ഇങ്ങനെയുള്ള സിറ്റി കൂടാതെ ഔട്ട്സൈഡ് വരുന്ന ഏരിയകൾ, ഈ 3 സിറ്റികൾ റീജിയണൽ ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഏത് സ്റ്റേറ്റിലെ റീജിയണൽ ഏരിയയിലോട്ടാണോ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത് ആ സ്റ്റേറ്റിൽ നമ്മൾ നിൽക്കണം എന്ന് കരുതി. സൗത്ത് ഓസ്ട്രേലിയ നിങ്ങൾക്കറിയാം, സൗത്ത് ഓസ്ട്രേലിയ വേൾഡിൽ തന്നെ ബെസ്റ്റ് സിറ്റി ആയിട്ട് കഴിഞ്ഞ വർഷം സെലക്ട് ചെയ്ത സൗത്ത് ഓസ്ട്രേലിയ റീജിയണൽ ഏരിയയുടെ കാറ്റഗറിയിലാണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. വളരെ റീജിയണൽ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓസ്ട്രേലിയയിലെ എക്സ്ട്രീം ഒരു ഇൻലാൻഡ് മെയിൻ, അതായത് ഒരു ഔട്ട് ബാക്ക് അതല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പക്ഷെ മെയിനായിട്ടും പോപ്പുലേഷൻ ഉള്ള ഈ മെയിൻ സിറ്റീസ് അല്ലാത്ത ഏരിയാസും റീജിയണൽ ഏരിയയുടെ കാറ്റഗറി വരുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 491ന്റെ ഏജ് 45 ഇയേഴ്സ് ഓഫ് ഏജിന് താഴെ ആയിരിക്കണം. നമ്മുടെ ഒക്കുപേഷൻസ്, നമ്മൾ ഇങ്ങോട്ട് വരുന്നതിനുള്ള നമ്മുടെ ഒക്കുപേഷൻ, നമ്മുടെ ആ ജോലി എന്നുള്ളത് MLT SSL എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്, ST SOL എന്ന് പറയുന്ന ലിസ്റ്റ്, പിന്നെ ROL എന്ന് പറയുന്ന റീജിയണൽ ഒക്കുപേഷൻ ലിസ്റ്റ്. ഈ ലിസ്റ്റിനകത്തുള്ള ഒക്കുപേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളവരാണ്. 45 വയസ്സിന് താഴെ ആയിരിക്കണം. പിന്നെ IELTS റിക്വയർമെന്റ് എന്ന് പറയുന്നത് 6 each ആണ്. എലിജിബിലിറ്റി ആണ് കേട്ടോ പറഞ്ഞത്. 6 each ആണ് എലിജിബിൾ കോമ്പിറ്റന്റ് ഇംഗ്ലീഷ് എന്ന് പറയും. IELTSന് 6 each ഇതാണ് അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയും. പിന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാനുള്ളത്, ഈ വിസ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു കുറെ പേര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഫാമിലിയെ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും. ഫാമിലിയെയും പിള്ളേരെയും എല്ലാവരെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് 3 വർഷം കഴിഞ്ഞിട്ട്, അതായത് ഡേറ്റ് ഓഫ് വിസ ഗ്രാൻഡ് തൊട്ട് 3 വർഷം നമ്മൾ ഇവിടെ നിന്നാൽ മതി. നമുക്ക് അടുത്ത 191 എന്നുള്ള വിസയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. 491 വിസയിൽ നമുക്ക് വീട് മേടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. അതായത് നല്ല രീതിയിലുള്ള ഒരു ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ വിസയാണ് 491 വിസ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവിറ്റേഷൻസ് നടക്കുന്നതും നടക്കാൻ ചാൻസ് ഉള്ളതും ഈ വിസയിലാണ്. നിങ്ങൾ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് മൈഗ്രേഷൻ കൺസൾട്ടന്റ്, നിങ്ങൾ ആരുമായിട്ടാണോ ഡീൽ ചെയ്യുന്നത് ആ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ കൺസൾട്ടൻസുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ ഓരോ സ്റ്റേറ്റിലും നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക. അതായത് ഞാൻ ഈ പറയുന്നത് അധികവും ഓസ്ട്രേലിയയുടെ വെളിയിലുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലോട്ട് എല്ലാ സ്റ്റേറ്റിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ വൺസ് ഓസ്ട്രേലിയ വന്ന് ഏതെങ്കിലും സ്റ്റുഡന്റ് വിസയിലോ അല്ലെ വേറെ ഏതെങ്കിലും ടെമ്പററി വിസയിലോ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് എല്ലാ സ്റ്റേറ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ആ നിൽക്കുന്ന സ്റ്റേറ്റിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഔട്ട്സൈഡ് ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സ്റ്റേറ്റിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് കൺസൾട്ടന്റുമായിട്ട് സമീപിക്കുക, അതല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് സമീപിക്കുക. ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.